രാവിലെ ഒരു കപ്പ് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല, പാല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പാല് മാത്രമല്ല, 30-ന് ശേഷം വുമൻസ് ഹോർലിക്സ് കഴിക്കണമെന്നാണല്ലോ. അപ്പം ഞാനത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കൂടി എൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കിന് ഞാനത് നിയന്ത്രിക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ മാറ്റിയതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ചായ കുടിച്ചില്ലെങ്കിലും തലവേദന ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർക്കുള്ള ചായ എല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്കുള്ള ബൂസ്റ്റല്ല ഹോർലിക്സ് ഒക്കെ കലക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കലങ്ങി വരാൻ ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ആ സമയം കൊണ്ട് തന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കിനും ഉടച്ചു കൂട്ടാൻ അപ്പൂന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് ഇത്. ഇതുണ്ടെങ്കിൽ അപ്പൂന് വേറെ ഒരു കറിയും വേണ്ട. ഇത് കഴിച്ച് കഴിച്ചുകൊണ്ടല്ല, ഞാൻ ഉണ്ടാക്കി ഇത് കഴിച്ച് എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഉടച്ചു കറിയെന്നും പറയും, ചിലർ എരിശ്ശേരിയെന്നും പറയും. മത്തങ്ങായും വൻപയറും ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാനിതെല്ലാം എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവരാരും ഇത് കണ്ടിട്ട് കുറ്റമൊന്നും പറയരുത്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ളവർ കഴിച്ച് അവർക്ക് ഇതാണ് ടേസ്റ്റ്, ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് അവരുടെ വിചാരം. ഒരു കപ്പ് പാലെടുത്ത് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ മുട്ടിൽ തന്നെ നിന്നങ്ങ് കുടിച്ച്. പിന്നെ നമ്മുടെ എരിശ്ശേരിക്ക് കടുക് വറുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കടുകും ഉള്ളിയൊന്നും ഇടത്തില്ല കേട്ടോ. കടുകും കറിവേപ്പിലയും നമ്മുടെ വറ്റൽമുളകും മാത്രം ഇട്ട് കടുക് അങ്ങ് വറുക്കും കേട്ടോ. എളുപ്പപ്പണി നോക്കുന്നതാണ്. അങ്ങനെ അതൊന്ന് ഒഴിച്ചിട്ട് അടച്ചു വെക്കണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ കോവയ്ക്ക റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും അങ്ങ് മാറ്റി. പിന്നെ കഴുകാൻ ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാനങ്ങ് പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ചിക്കനും പുട്ടും ഒക്കെ ഇരിപ്പുള്ളതുകൊണ്ട് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 4 മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുക്കളപ്പണി തീർന്ന സ്ഥിതിക്ക് ഇനി ജോലിക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ചോറൊക്കെ ഇടുകയാണ്. ഇതെൻ്റെ പാത്രമല്ല കേട്ടോ, അപ്പൂൻ്റെ പാത്രം. ഇതിനകത്ത് കുത്തിക്കയറ്റി നിറച്ച് വെച്ചിട്ടുണ്ട്. പച്ചക്കറി ഒന്നും അപ്പൂന് അത്രയ്ക്ക് പിടിക്കത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.